ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചൊക്ലി രാമവിലാസം കാഞ്ഞത്തിന് കീഴിൽ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്, ഹൈസ്കൂളാണ്. രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഇതുവഴി പോകുമ്പോഴാണ് ശ്രദ്ധിച്ചത്, ഇവിടെ നമുക്ക് നാടകോത്സവം നടക്കുന്നുണ്ട്. ഡ്രാമ ഫിയസ്റ്റ നടക്കുന്നുണ്ട്. ഏകദേശം 15ഓളം നാടകങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. 5 ദിവസങ്ങളിലായിട്ട് ഡെയിലി 3 നാടകം വെച്ചിട്ടാണ് നാടകോത്സവം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ഇവിടെ അതിൻ്റെ സംഘാടകരൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കത് ചോദിച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. എന്തൊക്കെ നാടകം കളിക്കുന്നത് 26 മുതൽ 30 തീയതി, ഈ മാസം ഏപ്രിൽ 26 മുതൽ 30 തീയതി വരെ 5 ദിവസങ്ങളിലായിട്ട് 15ഓളം നാടകങ്ങൾ കളിക്കുന്നുണ്ട്. നാടകത്തിൻ്റെ പേരുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ജനുസ് ഒരു നാടകമാണ്. പിന്നെ മാടൻ മോക്ഷം, രമണം, ശ്വാസം, പ്രകാശ് ടാക്കീസ്, ഒരു നാൾ ഒരു മൂവന്തിയിൽ, വൈ രാജാവൈ, കാൺമാനില്ല, വാരിക്കുഴി, പെണ്ണാടൻ, തിരുടൻ, ആയഞ്ചേരി, വല്യാശാന്മാർ, ഒരു പലസ്തീൻ കോമാളി, ജയഭാരതി ടൈലേഴ്സ്, ക്ലാവർ റാണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാടകങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ പോയിട്ട് അവിടെ സംഘാടക സമിതി ഉണ്ട്, ഇവിടെ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂള്. പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ ഓടി നടന്ന് കളിച്ച് നടന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. ഒരു പഴയ ബിൽഡിംഗ് ആയിരുന്നു, അതൊക്കെ പൊളിച്ച് ഇപ്പോൾ നല്ല അടിപൊളിയായി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ബ്ലോക്ക്, പഴയതൊക്കെ പൊളിച്ചിട്ട് പുതിയ ബ്ലോക്കാക്കി എടുത്തേക്കാണ്. ഇവിടെ സ്റ്റേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേജിൻ്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സവ്യൻ. അപ്പോൾ ഇവിടെ നാടകോത്സവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 5 ദിവസം ഒന്ന് വിവരിച്ചു കൊടുക്കാം നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. എന്തൊക്കെയാണ് ഇവിടെ? ഡ്രാമ ഫിയസ്റ്റ എന്നാണ് പേര്. ഡ്രാമ ഫിയസ്റ്റ, അതായത് പിന്നെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ 1992 കോട്ടയം ജില്ലയിലെ ഓണന്തുരത്ത് നിന്ന് ഒരു നാടക പ്രവർത്തകൻ രാജശേഖരൻ ഓണന്തുരത്ത് നമ്മുടെ ചൊക്ലിയിലെ നാടകം ആഗ്രഹിച്ച് നടക്കുന്ന നാടകത്തോട് വളരെ പ്രേമമുള്ള, നാടകത്തോട് അതിയായ ആത്മാർത്ഥമുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ നാടക സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിലാണ് ശേഖരൻ്റെ വരവ്. 1992. അപ്പം അന്ന് ഈ വ്യത്യസ്ത ജോലിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ആരും വലിയ വേറെ സാമ്പത്തിക നിലവാരമുള്ള ആളുകളൊന്നുമില്ല. പക്ഷേ എന്നാലും ആ ചെറുപ്പക്കാരെ കൂട്ടത്തിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം ഇവിടെ മാഹി നാടകപ്പുര എന്നൊരു ചെറിയ സംഘത്തിന് രൂപം നൽകി. അത് കൂടാതെ വളരെ തീപ്പൊരി തരുന്ന വിധത്തിലുള്ള നാടകങ്ങൾ അവതരിപ്പിച്ചു. മാത്രമല്ല ആ നാടകങ്ങളുമായി ഈ നാടക സംഘം 13 പരം തവണ ദേശീയ നാടകോത്സവങ്ങളിൽ പങ്കെടുത്തു. അതിൽ 4 തവണ നമുക്ക് മികച്ച നാടകങ്ങൾ പുരസ്കാരം നേടിയിട്ടുണ്ട്. മാത്രമല്ല ശേഖരേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരാൾക്ക് കാണുമ്പോൾ വളരെ ശാന്തനായ ഒരു മനുഷ്യനും, പക്ഷെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ മുഴുവൻ തീക്കാറ്റായിരുന്നു. 2 വർഷം മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. ശേഖരൻ്റെ പേര് ശേഖരൻ്റെ ആദരവായി, ശേഖരൻ്റെ ഓർമ്മക്കായി 5 ദിവസങ്ങളായി ഡ്രാമ ഫിയസ്റ്റ എന്ന പേരിൽ 15ഓളം നാടകങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച വ്യത്യസ്തമായ 15 നാടകങ്ങളാണ് നടത്തിയത്. പിന്നെ ഏറ്റവും താരസാന്നിധ്യമുള്ളൊരു നാടകമേളയും കൂടിയാണ്. ഈ നാടകത്തിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടർ ഒന്ന് സന്തോഷ് കീഴാറ്റൂരാണ് സിനിമാ താരം, 2ാമത് രാജേന്ദ്രനായിട്ടാണ് സിനിമാ താരം, 3ാമത് പ്രശസ്ത ഫോട്ടോഗ്രാഫറും ഒക്കെ ആയ അജിതേട്ടനാണ്. അപ്പോൾ അടുത്തത് എന്നെക്കുറിച്ച് കൂടുതൽ ആദ്യമായി സംസാരിക്കാൻ അജിതേട്ടനായിരിക്കും നന്നാവുക. അജിതേട്ടാ ഫെസ്റ്റിവൽ ഡയറക്ടർ അജിത്തേട്ടനാണ്. ഹായ് അജിത്തേട്ട, നമസ്കാരം. എന്താ പറയാ? അപ്പോൾ നമ്മുടെ നാടകോത്സവം 27 മുതൽ 26 മുതൽ 30 വരെ 5 ദിവസങ്ങളിലായിട്ട് ഇവിടെ നടക്കുകയാണ്. അപ്പം കോട്ടയം രാജശേഖരൻ്റെ അനുസ്മരണാർത്ഥമാണ്. രാജശേഖരൻ ഓണന്തുരത്ത്, നമ്മൾ കോട്ടയം രാജശേഖരൻ എന്ന് പറയും. കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് ഇവിടെ നാടക പ്രവർത്തനം നടത്തി കേരളത്തിലെ ഏറ്റവും വലിയ നാടക പ്രവർത്തകരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന
ഒരാളായിരുന്നു രാജശേഖരൻ. കോട്ടയം രാജശേഖരൻ. കോട്ടയം രാജശേഖരനോളം തുരുത്തി എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഇവിടെ നാടകോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ നാടകോത്സവത്തിലാണെങ്കിൽ കേരളത്തിൽ ഒരു വർഷം, ഇപ്പം അടുത്ത കാലത്ത് ഒരു വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച നാടകങ്ങൾ എന്ന് പ്രേക്ഷകർ വിലയിരുത്തിയിട്ടുള്ള നാടകങ്ങളാണ് ഇവിടെ ഈ 5 ദിവസം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ഈ നാടകങ്ങളിൽ പലതും പല സ്ഥലത്തും ടിക്കറ്റ് വെച്ച് കളിക്കുന്ന നാടകങ്ങളാണ്. 500 രൂപ മുതൽ 5000 രൂപ വരെ ടിക്കറ്റ് വെച്ച് കളിക്കുന്ന നാടകങ്ങളാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇവിടെ ആളുകൾക്ക് മുഴുവൻ വന്ന് കാശില്ലാതെ എന്ന് പറഞ്ഞാൽ അവർ ടിക്കറ്റ് എടുത്ത് കാണണ്ട, ഈ പലരും സ്പോൺസർഷിപ്പും പിന്നെ പിരിവും ഒക്കെ ആയിട്ട് ഈ നാടകം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്, ജനകീയമായി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം കേരളത്തിൽ അങ്ങോളിങ്ങോളുള്ള നാടക കുതുകികൾ, നാടക ആസ്വാദകർ, നാടക പ്രവർത്തകർ എല്ലാം ഇവിടെ എത്തിച്ചേരും ഈ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന്. ഈ നാടക സംഘങ്ങളും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നാടക സംഘങ്ങൾ ഇവിടെ നാടകം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ നാടകോത്സവം ഒരു ഗംഭീര, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു, എപ്പോഴും അടയാളപ്പെടുത്തപ്പെടാവുന്ന ഒരു നാടകോത്സവമായി മാറും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും ഈ നാടകോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാൻ. TP മോഹനാട്ടൻ, നാടകപുര മുഖ്യ സംഘാടകനായ മോഹനാട്ടനാണിത്. മോഹനാട്ടന് രണ്ടു പേർക്ക് എന്തോ പറയാനുണ്ടെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. മോഹനാട്ടായി എന്താണ് പറയാനുള്ളത് പ്രേക്ഷകർക്ക് വേണ്ടി? മാഹി നാടകപ്പുരയുടെ 4ാമത്തെ നാടകോത്സവമാണിത്. 1ാമത്തെ നാടകോത്സവം തിലകൻ ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്, സിനിമ നടൻ തിലകൻ ചേട്ടൻ. 2ാമത്തെ നാടകോത്സവം ശ്രീനിവാസൻ സാറ്. 3ാമത്തെ MA ബേബി. ഇത് 4ാമത്തെ ഇവിടെ നടക്കുന്നത്. 4ാമത്തെ മുമ്പിട്ട് നടന്നതൊക്കെ ഭയങ്കര നാടക ഇവിടെ ഈ ഗ്രൗണ്ടിൽ തന്നെ വെച്ച് 1000-2000 ആൾക്കാർ ഡെയിലി നാടകം കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ഒരു 5 ദിവസം 15 നാടകങ്ങൾ. സാധാരണ 4-5 നാടകങ്ങൾ ദിവസം 3 നാടകം വെച്ച് അങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ പ്രത്യേകത. പിന്നെ ഈ രാജശേഖരൻ ഓണംതുരുത്ത് എന്ന് പറയുന്ന മാഹി നാടകപ്പുര 93-ൽ ഞങ്ങൾ രൂപീകരിച്ചു. നമ്മൾ ഒരു നാടകം ചെയ്യാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ സ്റ്റൈല് കണ്ട്, അപ്പോൾ അത്തരം ഒരു നാടകം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കോട്ടയത്ത് പോയിട്ട് അയാളെ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ശേഷം ഞങ്ങളൊക്കെ മാഹി റൂമിലാണ് താമസിക്കുക. അപ്പോൾ നമുക്ക് മാഹി ഒരു നാടക സമിതി രൂപീകരിക്കണം, മാഹി കേന്ദ്രമാക്കിയിട്ട്. അങ്ങനെയാണ് മാഹി നാടകപ്പുര രൂപം കൊണ്ടുവന്നത്. തുടക്കത്തിൽ ഒരു 5 പേർ കൂടിയിട്ട് രാജശേഖരൻ, ഞാൻ, സി.എച്ച്. പ്രഭാകരൻ മാഷ്, ഒരു അശോകൻ പരിമളം, യതീന്ദ്രൻ, പ്രേമൻ മാഷ്, ഇത്ര ആൾ കൂടിയിട്ട് തുടങ്ങി വെച്ച്. പിന്നെ ലക്ഷ്മൺ മാഷ്, ഹരീന്ദ്രൻ മാഷ്, സ്കൂളിലെ പ്രിൻസിപ്പൾ ഹരീന്ദ്രൻ മാഷ്, അങ്ങനെ TT വേണുഗോപാലൻ, രാജേന്ദ്ര ചൊക്ലി, സി.എച്ച്. പ്രദീപൻ, ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു 19 പേര് നാടകപ്പുരയിലുണ്ട്. നമ്മൾ ഇപ്പം കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നാടക സംഘമായി മാറി. ഇപ്പോൾ അമേച്ചർ നാടക ഉത്സവം സംഗീത നാടക അക്കാദമിയിൽ ഒരു പാലസ്തീൻ കോമഡി നാടകം കളിച്ചു. കണ്ണൂർ ജില്ല ഈ മേഖലാ മത്സരത്തിൽ നിന്ന് 2 നാടകങ്ങളാണ് പോയത്. അതിലൊരു നാടകം പാലസ്തീൻ കോമഡി, ആ നാടകം കളിക്കുന്നുണ്ട്, അക്കാദമിയിൽ കളിച്ച നാടകം. അതുപോലെയുള്ള 3-4 നാടകങ്ങൾ, വലിയ നാടകങ്ങൾ കളിക്കുന്നു. അത് ടിക്കറ്റ് വെച്ച് ഇപ്പം പറഞ്ഞല്ലോ, ടിക്കറ്റ് ഫ്രീ ഇല്ലാതെ എന്ന് പറഞ്ഞു. ഇതിലൊരു നാടകമാണ് മാടമോഷം. പല സ്ഥലത്തും ടിക്കറ്റ് വെച്ച് കളിക്കുക, നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. അത്തരം പല നാടകങ്ങളിവിടെ കളിക്കുന്നു. അപ്പോൾ ഒരുപാട് 2-3000 ആൾക്കാർ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. ഈ ഇത്രയും നിങ്ങൾക്കെങ്ങനെ സാധിക്കുന്നു ഈ സൗജന്യമായിട്ട് ഇത്രയും വലിയൊരു നാടകോത്സവം നടത്തുന്നൊക്കെയുള്ള ചോദ്യങ്ങളും വരും. എന്തുതന്നെയായാലും ഞങ്ങൾ ഈ നാടകോത്സവം ഗംഭീരമായിട്ടൊരു വിജയം ഈ ചൊക്ലിയിലെ ഈ പ്രദേശത്തെ തന്നെ ഒരു വലിയ സാംസ്കാരിക ഉത്സവമാക്കി മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ തയ്യാറാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അത് വലിയൊരു വിജയമാക്കി തീർക്കട്ടെ ഈ നാടകോത്സവം എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ ഇത് നമ്മളെ മൂന്നേട്ടനാണ്. ഇത് ഭക്ഷണ കമ്മിറ്റീൻ്റെ കൺവീനറാണ് മൂന്നേട്ടന്. മൂന്നേട്ടന് 2 വാക്ക്. മൂന്നേട്ട ആയിക്കോട്ടെ. അത് ഇപ്പം ഭക്ഷണം ഇവിടെ കളിക്കുന്ന കൂട്ടർക്ക് നാടകക്കാർക്കെല്ലാം ഭക്ഷണം കലാകാരന്മാർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഭക്ഷണം നല്ല
വൃത്തിയിലും നീറ്റായിട്ടും കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അത് ഇവിടെ വെച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. ഞങ്ങൾ സ്കൂൾ വെച്ചിട്ടാണ് എല്ലാം ഇവിടെ തന്നെ അതിൻ്റെ എല്ലാം ഇടുന്നുണ്ട് ഉണ്ടാക്കി. കാരണം കഴിഞ്ഞ ഇവിടെ ഒരു വോളിബോൾ വന്നു, വോളിബോളിലെ കാലുകൊണ്ടുള്ള കളി, കാലുകൊണ്ടുള്ള കളി, അത് എവിടെയും കേൾക്കാത്തൊരു കളിയായിരുന്നു. അതിവിടെ ഭയങ്കര വിജയമാക്കി തീർത്തിന് നമ്മൾ. അത് തായ്വാനിലാറ്റ കളിയുള്ളൂ, വോളിബോൾ തന്നെ കാലുകൊണ്ട് കളിക്കുന്നത്. അതിൽ നമ്മൾ ഏറ്റവും നല്ല കുട്ടികൾക്ക് എല്ലാം നല്ല രീതിയിൽ പങ്കെടുത്ത് നല്ല രീതിയിൽ പരിപാടി അവതരിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അതൊന്ന് നല്ല വിജയം. ജില്ലയിൽ നിന്ന് എല്ലാ ആൾ വന്നിട്ടുണ്ട്, സ്റ്റേറ്റിൽ നിന്ന് കംപ്ലീറ്റ് ആളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ നല്ല നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്നാണ് വിജയമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ കഴിഞ്ഞിട്ട് പറയാം. താങ്ക് യു.